ചായക്കടയിൽ ചില്ലുകൂട്ടിലൊക്കെ ഇരിക്കുന്ന നല്ല മുരിഞ്ഞ ഉഴുന്നോടെയൊക്കെ എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മുടെ മമ്മി സ്പെഷ്യൽ ഉഴുന്നോടെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയ ഉഴുന്നാണ് കേട്ടോ ഇത്. ഉഴുന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ല മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. അതിനകത്തേക്ക് നമ്മൾ 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1/4 ടീസ്പൂണാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നന്നായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. ഇനി നമുക്കത് 3-4 മണിക്കൂറിന് ശേഷമുള്ളത് കാണാം. ഇത് കണ്ടോ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി കുറച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് നല്ലതായിട്ട് കനം കുറഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞതിനകത്തേക്ക് ഇടണം കേട്ടോ. അരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ട് അതും കൂടെ കൂട്ടി മിക്സ് ചെയ്യുക. ഇത് ചേർക്കേണ്ടത് ഈ മാവ് അരച്ച് വെച്ച് 3 മണിക്കൂറിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ നല്ലപോലെ ചൂടാവണം. അതുപോലെ ഈ ഉഴുന്നുവട ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണ ഒഴിക്കുകയും ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൈ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം മാവെടുത്ത് കയ്യിലേക്ക് വെക്കുക. എന്നിട്ട് ശരിക്കും ഒന്നിങ്ങനെ നനഞ്ഞ കൈ കൊണ്ട് തന്നെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നടുക്കൊരു ഹോളുണ്ടാക്കിയിട്ട് നമ്മളത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എണ്ണ കിടന്നത് തിളയ്ക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ. റെഡിയായി. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മുരുമുരാന്നുള്ള ഉഴുന്നോടെ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.